ഹായ് എല്ലാവർക്കും 12 ട്രാവലിൻ്റെ ആദ്യത്തെ വ്ളോഗിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും നാൾ ഞാൻ POV ഷോട്ട്സ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ട്രാവൽ വ്ളോഗ് തുടങ്ങിയിരിക്കുന്നത്. നാട്ടുകാരെല്ലാം എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഇവൻ എന്താ പൊട്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേ ആദ്യത്തെ ഇതാണ് നമ്മുടെ ചാനലിൽ ട്രാവൽ വീഡിയോസ്, ഫുഡ് വീഡിയോസ്, ഹോട്ടൽ റിവ്യൂസ് അതൊക്കെ ആയിരിക്കും മെയിൻലി ഇതാകുന്നത്. ട്രാവലിംഗ് ആയിരിക്കും, ബൈക്ക് റൈഡ് ആയിരിക്കും കുറച്ച് ദിവസത്തേക്ക്. ബട്ട് ബൈക്ക് റൈഡ് അല്ല, നമ്മുടെ ഇതിനകത്ത് കൂടുതൽ ഫോക്കസ് ആകുന്നത് ട്രാവലിംഗ് തന്നെയായിരിക്കും. അത് എല്ലാ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടും യൂസ് ചെയ്തിട്ടുള്ള ട്രാവലിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഇങ്ങനൊരാൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കൂടെ തന്നെ നിൽക്കുക. പിന്നെ നോക്കാം. അപ്പോൾ ഈ വ്ളോഗിനകത്ത് നമ്മൾ ഓഫ്കോഴ്സ് ഇത് കേരള, തമിഴ്നാട്, കർണാടക KLTNK ആ ഒരു സീരീസാണ് തൽക്കാലം പോകുന്നത്. ഇവിടുന്ന് ഞാൻ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് പോയിക്കൊണ്ട് ഇവിടുന്ന് ഇപ്പോൾ തിരുവല്ലയിൽ നിന്ന് തിരുവനന്തപുരം, കന്യാകുമാരിയിൽ നിന്ന് രാമേശ്വരത്തിൽ നിന്ന് തഞ്ചാവൂർ, പോണ്ടിച്ചേരി, പിന്നെ വെല്ലൂർ നമ്മൾ 2 ദിവസം സ്റ്റേ ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് ചെന്നൈയിലോട്ട് പോകും. ചെന്നൈ ഒന്ന് കണ്ടിട്ട് പിന്നെ വെല്ലൂരിലോട്ട് വന്നിട്ട് ബാംഗ്ലൂരിലോട്ട് പോകും. ബാംഗ്ലൂരിൽ പിന്നെ എനിക്കൊന്ന് 2 ആഴ്ച ഉണ്ടാവും ബാംഗ്ലൂരിൽ. പിന്നെ ബാംഗ്ലൂരും മൈസൂരും ഒക്കെ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് കേരളത്തിലോട്ട് തന്നെ തിരിച്ചു വരും. ഒരു കാര്യം പറയാൻ മറന്നുപോയി. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും 12 ട്രാവലിലേക്ക് സ്വാഗതം. ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ട് 7 കിലോമീറ്റർ കഴിഞ്ഞു. 7 കിലോമീറ്റർ. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പെട്രോൾ പമ്പിൽ നിർത്തിയായിരുന്നു. പെട്രോൾ പമ്പിൽ നിർത്തിയായിരുന്നു. തിരുവല്ലയിൽ നിന്ന് ചെങ്ങന്നൂരിൽ നിന്ന് അടൂർ റോഡെടുത്ത് തിരുവനന്തപുരത്തോട്ട് പോകാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. തിരുവനന്തപുരത്ത് നമ്മുടെ കേരളത്തിലത്തെ ആദ്യത്തെ ആണെന്ന് തോന്നുന്നു, ആദ്യത്തെ ക്യാപ്സൂൾ ഹോട്ടലിൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 ആഴ്ച മുമ്പെങ്ങാണ്ട് ഞാൻ ബുക്ക് ചെയ്തത്. 2 ആഴ്ച മുമ്പെങ്ങാണ്ട് ഞാൻ ബുക്ക് ചെയ്ത്. കാരണം ഡേറ്റ് അടുത്ത് വരുവാണെങ്കിൽ റേറ്റ് ചിലപ്പോൾ കൂടും. ഞാൻ 2 ആഴ്ച ബുക്ക് ചെയ്തപ്പോഴും എനിക്കൊരു കൂടുതലായിരുന്നു. കാരണം അതിൻ്റെ മുമ്പ് നോക്കിയപ്പോൾ 500 സംതിങ്ങിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നോക്കിയപ്പോൾ അത് 700 ആയി. 700 പിന്നെ അത് കൂടാൻ ഞാൻ സമയം കൊടുത്തില്ല. അതിൻ്റെ അപ്പോഴേ ഞാൻ ബുക്ക് ചെയ്തു. അതൊക്കെ വിളിച്ചിട്ട് ബുക്ക് ചെയ്ത് വിളിച്ച് പറഞ്ഞു. ആപ്പ് വഴിയാണ് ബുക്ക് ചെയ്തത്. കാരണം വിളിച്ച് പറയുമ്പോൾ റേറ്റ് ചിലപ്പോൾ ഡയറക്റ്റ് നമ്മുടെ കേരളത്തിലെല്ലായിടത്തും ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ചിലയിടത്ത് റേറ്റ് എപ്പോഴും കൂടുതലായിരിക്കും. ആപ്പ് കാണുന്നതിന് പാടില്ല. അപ്പോൾ അത് ചെയ്തിട്ടത് ഹൈവേയിലോട്ടെത്തി. ഹൈവേ തന്നെയല്ലേ ഇത് ആണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ റോഡിലോട്ടെത്തി. ഇത്രയും നേരം ഇച്ചിരി കഷ്ടപ്പെട്ട് തന്നെയായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഈ ചെറിയ വഴികളൊക്കെ ആയിരുന്നു. കറക്റ്റായിട്ടല്ലേ ഇരിക്കാൻ പറ്റും. ഇതിനെന്തോ പ്രശ്നമാണ്. ആരുടെയും വീടിൻ്റെ ഫ്രണ്ടൊന്നും അല്ലല്ലോ. കറക്റ്റായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ഇതാ ഞാൻ വിചാരിച്ചു ലഗേജ് ഒരു സൈഡിലോട്ട് ചാഞ്ഞു വന്നിട്ട് ഇഴത്തില്ല. പക്ഷെ നമുക്കൊരു ഗ്രിപ്പിൻ്റെ ഉറവുണ്ട്. ലഗേജ് ടൈറ്റാണ്.
ലഗേജ് ടൈറ്റായിട്ട് തന്നെ കെട്ടി വെച്ചിരിക്കുന്നത്. കാരണം ഈ സൈഡ് ഇച്ചിരി ബൾക്കി ആയിട്ട് ഇവിടെ ഇച്ചിരി കുറവാണ്. അപ്പോൾ ഇങ്ങോട്ട് ചിലപ്പോൾ വീഴാൻ ഇങ്ങോട്ട് ഇച്ചിരി ഇതാകുന്നുണ്ട്. കറക്റ്റായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഓക്കെ ആണെന്ന് തോന്നുന്നു. ചാടി കയറണം. ഇവരിങ്ങനെ ഇവിടെ കൂടെ വന്നു കഴിഞ്ഞാൽ ചാടി കയറാൻ പറ്റും. അമ്മേ ഓക്കെ. അയ്യോ അങ്ങനെ നമ്മൾ അടൂരിലെത്തി. അടൂരാണെന്ന് തോന്നുന്നു. അവിടെ അടൂരിനെ കാണിച്ചു. അടൂരിലെത്തി. ഇത് അടൂരാണെന്ന് തോന്നുന്നു. അടൂരെത്തി. ഇവിടെ സിഗ്നൽ ഓപ്പണായി. നമ്മൾ ഇവിടെ ഇത് അടൂരാണെന്ന് തോന്നുന്നു. അടൂരെത്തിയെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് അടൂരിനെ കാണിച്ചത്. അപ്പോൾ നമ്മളവിടെ നിന്ന് ടേണിങ് എടുക്കണമായിരുന്നു. വഴി തെറ്റിപ്പോയായിരുന്നു. ഇത് അടൂരല്ല. അപ്പോൾ അങ്ങോട്ടായിരുന്നു തോന്നുന്നു. അടൂർ വഴി തെറ്റിപ്പോയി. ഇടയ്ക്ക് വെച്ച് വഴി തെറ്റിപ്പോയി. നമ്മൾ ആ സിഗ്നലിൽ നിന്നില്ല. ആ സിഗ്നലിൽ നിന്ന് റൈറ്റ് ആയിരുന്നു എടുക്കേണ്ടത്. ഞാൻ സിഗ്നലിൽ നിന്ന് റൈറ്റ് എടുക്കാതെ നേരെ തന്നെ അങ്ങ് എടുത്തോട്ട് പോയി. പിന്നെ ഒരു റൈറ്റിലോട്ടൊരു ടേണിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടേണിങ് എടുത്തപ്പോൾ നമ്മൾ പിന്നെയും നമ്മുടെ അടൂർ വഴിയിലാണ്. ഞാൻ ഓർത്താക്കിയിട്ടില്ല. ഇനിയും താങ്ക് യു. നമുക്ക് ഇവിടെ എന്താ വെച്ചു തിരുവനന്തപുരത്ത് ഇവിടെ നേരെയാണ്. ഇവിടെ നേരെ. അപ്പോൾ കുറച്ചും കൂടെ ഫ്രണ്ടിൽ പോയിട്ട് നമുക്ക് നിർത്താം. അതായിരിക്കും നല്ലത്. യെസ്, അങ്ങനെ കൊട്ടാരക്കര കഴിഞ്ഞു. ഇപ്പോൾ ഇച്ചിരി കിലോമീറ്ററായി കൊട്ടാരക്കര കഴിഞ്ഞിട്ട്. ഇത് വേറെ ഏതോ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം നിൽക്കാം. വേണ്ട, നമ്മുടെ ചെക്കനെ ഞാൻ അവിടെ കുറച്ച് നേരം റെസ്റ്റിനങ്ങ് ഇട്ടേക്കുക. അവനും വേണ്ട റെസ്റ്റ്. എത്ര നേരം എന്ന് വിചാരിച്ചു ഓടിക്കുന്നത്. അപ്പോൾ അവനും കുറച്ച് നേരം റെസ്റ്റിന് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1:20 1 hour 30 അല്ല 1 hour 20 minutes ഒക്കെ ആവുമെന്നാണ് തോന്നുന്നത്. ട്രാഫിക് എല്ലാം എങ്ങനെ ഉണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. നോക്കാം. പിന്നെ വേറൊന്നുമില്ല. ഞാനപ്പോൾ ഇൻട്രോ എടുക്കട്ടെ. ഞാൻ ഇൻട്രോ എടുത്തിട്ടില്ല. ഈ ഇൻട്രോ എടുക്കാതെയാണ് ഞാൻ തുടക്കം ഇട്ടത്. ഇൻട്രോ എടുത്തിട്ട് കാണാൻ ഇനിയും ഇവിടെ വെച്ചായിരിക്കും നിങ്ങൾ ഇൻട്രോ കാണുന്നത്. അപ്പോൾ ഞാൻ ഇൻട്രോ എടുത്തിട്ട് ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം വണ്ടി. അങ്ങനെ ഒരു 10 മിനിറ്റ് ഞാനിവിടെ റെസ്റ്റ് എടുത്തു. 10 മിനിറ്റ് നമ്മളിത് പിന്നെയും കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, ഞാൻ പറഞ്ഞ ടൈം തെറ്റിപ്പോയിരുന്നു കേട്ടോ. ഇനി ഇവിടെ നിന്ന് തിരുവനന്തപുരം എത്താൻ 1 hour 42 minutes എടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം നോക്കിയപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞ 20 minutes ആണെന്ന് തോന്നുന്നു. 1 hour 42 minutes എടുക്കുമെന്നാണ് കാണിക്കുന്നത്. ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല. ഇടയ്ക്ക് ഒരു ചൂടുണ്ടായിരുന്നു. ഇപ്പം തണുപ്പുണ്ട്. തണുപ്പ് അത്രയ്ക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൈഡിന് പോകാൻ പറ്റുന്ന ഏകദേശം തണുപ്പുണ്ട്. റോഡിൽ അത്രയ്ക്ക് ആൾക്കാരില്ലാത്തതുകൊണ്ട് വലിയ
വലിയ പ്രശ്നമില്ല. ഇനി 1 hour 41 minutes തിരുവനന്തപുരത്തെത്താൻ. അത് ഇരുട്ടാകുന്ന മുമ്പ്, ഇരുട്ടാകത്തില്ല, ഇനി ഒരു നമുക്ക് ചെക്ക് ഇൻ ടൈം പറഞ്ഞിരിക്കുന്നത് 2 മണിയാണ്. അപ്പോൾ ഒരു 2:10 വന്ന് എത്തിയാൽ മതി. കാരണം അവർക്ക് റൂമെല്ലാം സെറ്റ് ചെയ്ത് ക്യാപ്സൂടെ സെറ്റ് ചെയ്ത് സമയം എടുക്കുമായിരിക്കും. ഇനി നമുക്കൊരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എത്തിയാൽ മതി. വലിയ പ്രശ്നം. എയർപോർട്ടിലോട്ട് പോകുന്ന ആ വഴിയിൽ മഴയുണ്ട്. പക്ഷെ ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് ഈ വഴിയിലോട്ട് പോയപ്പോൾ മഴയില്ല. അതുകൊണ്ട് ഇവിടെ വെയിൽ. അവിടെ പോയപ്പോഴേ മഴ ചാറാൻ തുടങ്ങിയത്. ഇവിടെ മഴ പോയിട്ട് ഒരു തുള്ളി പോലും വീണിട്ട്. നന്നായി ഞാൻ അവിടുന്ന് തിരിഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ മഴയെ തരുന്നതിന് ബാക്കി പോക്കില്ല. അയ്യോ അയ്യോ. എല്ലായിടത്തിനും കൂടെ നല്ല ട്രാഫിക് ഉണ്ടെന്ന് തോന്നുന്നു തിരുവനന്തപുരത്ത്. ഇത്രയും നേരം ഞാൻ ട്രാഫിക്കൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ്. 12 മിനിറ്റും കൂടെ നമ്മുടെ സ്ഥലത്തെത്താൻ വേണ്ടി. ട്രാഫിക്കിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഞാൻ നമ്മുടെ ഹോട്ടലിലെത്തിയിട്ട് ബാക്കി സ്റ്റാർട്ട് ചെയ്യാം. അതായിരിക്കും നല്ലത്. ഇവിടെ കൂടെ അല്ലേ ഞാനിപ്പോൾ അങ്ങോട്ട് പോയത്. ഗൈസ് നമ്മളെ പറ്റിച്ചു. സമ്മന് നമ്മൾ താണ്ട് ക്യാപ്സൂൾ ഹോട്ടലിലെത്തി. ഇനി മണ്ടയ്ക്ക് പോയി നമ്മുടെ ബുക്കിംഗ് കാണിച്ചിട്ട് ഇത് ചെയ്യാം. വെയിറ്റ്. ഈ ക്യാപ്സൂൾ ഹോട്ടലിൻ്റെ എൻട്രി എവിടെയാണെന്ന് അറിയണ്ടല്ലോ. ഓ, മണ്ടയ്ക്കായിരുന്നു. ഞങ്ങൾ ബുർജ് ഖലീഫിൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് വെച്ചേക്കുക. എത്തി. ഗുഡ്, വണ്ടർഫുൾ. ആരുമില്ലെന്ന് തോന്നുന്നല്ലോ. വന്നിട്ട് കുറച്ച് നേരമായി, ഒരു 3 മിനിറ്റായി. റിസപ്ഷൻ ഹാളിൽ താഴെ പോയിരിക്കാമെന്ന് പറഞ്ഞു. ഇപ്പം വരും, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇത് കിട്ടിയതുണ്ട്. ഇതാണ് നമ്മുടെ ക്യാപ്സ്യൂൾ ഹോട്ടൽ. നമുക്ക് മണ്ടയ്ക്കത്തെ ഭാഗം കിട്ടിയത്. ഇപ്പോൾ സംഭവം കാണിച്ചുതരാം. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന്. ഇവിടെ ഇതുണ്ടോ, ഇവിടെ നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ ബ്ലൂ ലൈറ്റ് മാനേജ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് ഓണാക്കി നമുക്കത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. സെയിം ടൈം ഇവിടെ മിറർ ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഓണാക്കിയിട്ട് ഇത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഒരു ഡോറിൻ്റെ സ്വിച്ച് ഉണ്ട്, സ്ലീപ്പ് മോഡുണ്ട്. സോ മൊത്തം ലൈറ്റ് അങ്ങ് ഓഫ് ആവും. പിന്നെ റൂം കാർഡ്. പിന്നെ ഇതെന്താണെന്ന് എനിക്കറിയില്ല. എമർജൻസി ബട്ടൺ, പവർ പ്ലഗ്, USB. പിന്നെ ഇവിടെയും ഉണ്ട് ഈ 2 ലൈറ്റിന് ഉള്ള ഇത്. ഇത് ഓഫ് ആക്കി കഴിഞ്ഞാൽ അത് ഓണാകും. ഓക്കെ, ഇത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സെയിം ടൈംസ് റീഡിങ് ലൈറ്റ് ഇതിന് വേണ്ടിയുള്ളത് കൊണ്ട് അതുണ്ട്. ഓക്കെ, ഉണ്ടോ? യെസ്. അപ്പോൾ അതങ്ങനെ ഉണ്ട്. പിന്നെ ഇത് ഇങ്ങനെ നമുക്കൊന്ന് ഇങ്ങനെ, യെസ്,
അടച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇതുണ്ട്. ഇത് ടേബിൾ നമുക്ക് ഇവിടെ ചെയ്യാൻ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. പിന്നെ ഇത് ഡോർ ലോക്ക് ഇതുണ്ട്. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തുറന്നു വരും. നമുക്ക് പിന്നെ അടയ്ക്കുന്ന അങ്ങനത്തെ ഇതൊക്കെയാണ്. അല്ല, ഇത് ക്യാപ്സ്യൂൾ ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഇതാണ് ക്യാപ്സ്യൂൾ ഹോട്ടൽ. അങ്ങനെ ബംഗിരുന്നത് ഇതാണ്. ബട്ട് ഗുഡ്. ഞാൻ വിചാരിച്ച ആ ഒരു ഇത് തന്നെ വന്നിട്ടുണ്ട്. നൈസ്. അങ്ങനെ റൂമൊക്കെ കഴിഞ്ഞു. നമുക്കിനി ലുലു മാളിൽ പോവാം. കാരണം ഞാൻ ആദ്യം വിചാരിച്ച നമുക്ക് മ്യൂസിയത്തിൽ പോകാമെന്ന്. പക്ഷെ മ്യൂസിയം 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അടയ്ക്കും. ഇപ്പം തന്നെ ഏകദേശം 4:30 ഒക്കെ ആകാനായി. അപ്പോൾ അവിടെ പോയിട്ട് കാര്യമില്ല, ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞിട്ട് പിന്നെ അടയ്ക്കുന്ന സമയമാവും. അപ്പോൾ കാര്യമില്ല. അപ്പം നമുക്ക് പോയി ലുലു മാളിൽ പോകാം. ലുലു മാളിൽ അവിടെ പോയി എങ്ങനെയാണ് നമ്മുടെ തിരുവനന്തപുരം ലുലു മാൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. എന്നാൽ പിന്നെ ബാക്കി വ്ളോഗ് ഞാൻ അവിടെ നിന്ന് തുടങ്ങാം. യെസ്, നമ്മളങ്ങനെ ലുലു മാളിൻ്റെ അകത്തെത്തി. ഇനി ഇവിടുത്തെ എൻട്രൻസ് എവിടെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് അകത്ത് കയറാം. അപ്പോൾ 2 വീലേഴ്സിനകത്ത് കയറാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. QR-ഉം പിന്നെ ടൈമും കൊടുത്തിട്ട് അതിന് എൻട്രൻസ് എവിടെയാണെന്ന് നോക്കണം. എവിടെയാണെന്ന് തോന്നുന്നു എൻട്രൻസ്. അകത്ത് കയറിയിട്ട് നോക്കാം. അങ്ങനെ ലുലു മാളിൻ്റെ അകത്തെത്തി. ഹൈപ്പർ മാർക്കറ്റ്. നമുക്കിപ്പോൾ ഹൈപ്പർ മാർക്കറ്റ് കയറണം. നമുക്കിപ്പോൾ മൊത്തം ഒന്ന് കറങ്ങിയിട്ട് നോക്കാം. മൊത്തം ലുലു മാൾ ഒന്ന് നോക്കാം. കൊള്ളാം. കൊച്ചിയിലത്തെ ലുലു മാളാണോ ഇതാണോ വലുത്? കമ്പാരിസൺ ചെയ്തിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. വണ്ടി മണ്ടയ്ക്ക് കയറിയിട്ട് ഞാൻ ക്യാമറ സ്റ്റാൻഡിലോട്ട് മാറ്റാം. അതാകുമ്പോൾ എനിക്ക് പിടിക്കാനും നടക്കാൻ ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും. പിന്നെ ഓഫ് ആൻഡ് ഓൺ ആക്കുന്നതിനും അതായിരിക്കും എളുപ്പം. അങ്ങനെ നമ്മൾ ലുലു മാളിൻ്റെ അകത്ത് കയറി. ഞാൻ സ്റ്റാൻഡ് നമ്മുടെ ഹുക്ക് മാറ്റിയിട്ട് ഇൻവിസിബിൾ സ്റ്റിക്ക് വെച്ചു. ഇച്ചിരി ചരിച്ചിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇച്ചിരി ഇതുണ്ടാവും. ഫുഡ് കോർട്ട് എവിടെ? അതാണ്ട് എൻ്റർടൈൻമെൻറ്റ് സെക്ഷൻ. നമുക്ക് എൻ്റർടൈൻമെൻറ്റ് സെക്ഷൻ്റെ അങ്ങോട്ട് പോകാം. അവിടെ പോയിട്ട് നോക്കാം. ഫൺ ടൂറ വൈകിട്ടത്തേക്ക് നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൽ പോയിരിക്കാം. അവിടെ സാൻഡ്വിച്ചും ഇതൊക്കെ വീട്ടിൽ കഴിക്കാൻ കിട്ടും. അത് മേടിച്ചുകൊണ്ട് മണ്ടയ്ക്ക് വരാം. ഇന്നത്തെ എന്തായാലും കുഴപ്പങ്ങളൊന്നുമില്ലാതെ നമ്മളിവിടെ എത്തി. പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. നൈസ്. നമുക്ക് വൈകിട്ടത്തേക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം. ഇവിടെ ഫ്രൂട്ട്സ് എല്ലാം സ്ലൈസ് ചെയ്ത് വെച്ചതുകൊണ്ട് ഇതിന് എത്ര രൂപ? 95. വാട്ടർമെലോൺ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് 95. മിക്സ്ഡ് ഫ്രൂട്ടിന് 2 ദിവസം 170 മിക്സ്ഡ് ഫ്രൂട്ടിന്. ഉള്ളല്ലോ. സലാഡ് എല്ലാം ഇത് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ കഴിക്കാനായിട്ട് നമുക്ക് ഇത് വല്ലതും മേടിക്കാം. സാൻഡ്വിച്ച് വല്ലതും കഴിക്കാൻ മേടിക്കാം. അതാണ്ട് പേരയ്ക്കേണ്ട. ഓക്കെ, ഓക്കെ. ലുലുമാളിലല്ല, ലുലുമാളും പോലെ തന്നെ ഉള്ളൂ. ഇതായിട്ടൊന്നുമില്ല. നമുക്കിനി തിരിച്ച് ക്യാബിനിൽ പോവാം. കാരണം ഇന്ന് വീഡിയോ എഡിറ്റും ചെയ്യണം. വീഡിയോ എഡിറ്റും ചെയ്യണം. പിന്നെ കാര്യങ്ങളെല്ലാം നോക്കാൻ സമയമെടുക്കും. എഡിറ്റ് ചെയ്തിട്ട് നാളത്തേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിന് സമയമെടുക്കും. വൈകിട്ടത്തേക്കുള്ള ഭക്ഷണം മേടിച്ചു. ഇനി നമുക്ക് വണ്ടിയെടുത്ത് തിരിച്ച് പോവാം. ടയർഡായി കണ്ടിന്യൂസ്
നാളെ ഇനി ഇവിടുന്ന് കന്യാകുമാരി 2 കിലോമീറ്റർ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കന്യാകുമാരി ഇന്ന് തഞ്ചാവൂർ വരെ, അതൊരു വലിയ യാത്രയായിരിക്കും മിക്കവാറും. അപ്പം ഞാൻ നല്ല ഓണം ക്ഷീണിക്കും മിക്കവാറും. ബാംഗ്ലൂരിലെത്താതെ ആശ്വാസം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടെ ഒന്ന് തിരിച്ച് നമ്മുടെ ഇവിടെ ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ഹോട്ടലിലോട്ട് പോവാം. എവിടെ ₹10. ₹10. നമ്മൾ അധികം നേരം നിന്നില്ല, അതുകൊണ്ട് ₹10. ഞാൻ ഇന്നത്തെ ചെക്ക് ചെയ്തപ്പോൾ കാണിച്ചത് ₹20 യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ പറഞ്ഞത്. ₹10 എടുത്തുള്ളൂ. നമുക്കിനി ഇവിടെ ഒന്ന് തിരിച്ചു പോകാം. ശരിക്കും ഇച്ചിരി ലേറ്റായിട്ടായിരുന്നു വരേണ്ടത്. പക്ഷെ ലേറ്റായിട്ട് വന്നുള്ള പ്രശ്നം നമുക്ക് നാളെ എഴുന്നേറ്റിട്ട് പോകണം. നാളെ കന്യാകുമാരിയിലോട്ട് പോകണം. ആ ഒരു ഇതുകൊണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ നേരത്തെ അങ്ങ് പോയി എഡിറ്റ് ചെയ്തിട്ട് കിടക്കാമെന്ന് വിചാരിച്ചത്. ഫസ്റ്റ് ഡേ ആണ്. സോ കറക്റ്റായിട്ട് എനിക്ക് പ്ലാൻ ചെയ്യാനൊന്നും കറക്റ്റായിട്ടൊന്നും ഞാൻ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ സമയം കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ ഇന്ന് ജസ്റ്റ് ലുലു മാളിൽ പോയി കാണിച്ചിട്ട് തിരിച്ചു പോകണം. കണ്ടിട്ട് തിരിച്ചു പോകണം. സോറി. വലുതാണോ തിരുവനന്തപുരത്തെ? കൊച്ചിയിലത്തെ ആണോ വലിയ മോള്? അതെനിക്ക് അറിഞ്ഞൂടെ. എനിക്കത് മനസ്സിലാണ്. എനിക്കൊന്ന് ഇവിടുത്തെ വലുതാണോ തോന്നുന്നു. അവിടെ തന്നെ കേട്ടില്ല. അതാണോ വലുത്? സ്ഥലത്തെത്തി. അങ്ങനെ നമ്മൾ റൂമിലെത്തി.
നമ്മുടെ റൂം ഞാൻ ഇത് ചെയ്തില്ല, കാർഡിട്ടില്ല. ഒരു സെക്കൻഡ്. അയ്യോ, കാർഡിട്ടു, അത് ഓണാക്കി. ഇതാണ് ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് അവിടെ വാഷ്റൂം. ഇവിടെ ഇതുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ സാധനങ്ങൾ വെക്കാം. ലോക്കില്ല, സാധനങ്ങൾ ഇങ്ങനെ വെക്കാം. ചോദിച്ചപ്പോൾ അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ അത്രേ ഉള്ളൂ. കണ്ടോ, വെളിഭാഗം ഇരുട്ടായി തുടങ്ങി. അല്ല, ഇത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഷെയ്ഡാണെന്ന് തോന്നുന്നു. ടിൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഞാൻ ഓക്കെ. ഇനിയും ഇന്നത്തെ ഫസ്റ്റ് വ്ളോഗ് ഇത്രേ ഉള്ളൂ. നമുക്കിനിയും നാളെ കന്യാകുമാരിയിലോട്ട് പോവാം. അപ്പോൾ നാളെ കാണാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കമൻറ്റ് ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് എവിടെയൊക്കെയാണ് എനിക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടത്, എങ്ങനെയാണ് ശരിയാക്കേണ്ടതെന്ന് അതിലൂടെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ശരിക്കും ഗുഡ് നൈറ്റ്.